ദാരിദ്ര്യവിമുക്ത പ്രഖ്യാപന ചടങ്ങിലേക്ക് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കോട്ട നിശ്ചയിച്ച ഉത്തരവ്. തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 200 പേരെയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 100 പേരെയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 300 പേരെയും എന്നിങ്ങനെയാണ് കോട്ട. നഗരസഭയിൽ നിന്ന് 10,000 പേരെ പരിപാടിക്ക് എത്തിക്കണമെന്ന നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അയച്ച കത്തിന്റെ പകർപ്പ് മീഡിയ വൺ ഇപ്പോൾ പുറത്തുവിടുകയാണ്. സുലൈസക്ക് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സുലൈസക്ക്, ഈ പരിപാടിയിൽ അടിമുടി കണ്ടുകൊണ്ടിരിക്കുന്നവരെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ കഴിഞ്ഞ 25-ാം തീയതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കും അയച്ചിട്ടുള്ള കത്തിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിലേക്ക് 40,000 പേരെയാണ് കോട്ട നിശ്ചയിച്ച് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അത്തരമൊരു ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി തദ്ദേശ സെക്രട്ടറിമാർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഓരോ ഗ്രാമപഞ്ചായത്തിനും ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും കൃത്യമായി കോട്ട നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ രസകരമായ കാര്യം, ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 200 പേര് കൊണ്ടുവരണം, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 100 പേര്, മുനിസിപ്പാലിറ്റികളിൽ നിന്ന് 300 പേര്, ഇങ്ങനെയാണ് കോട്ട. തിരുവനന്തപുരം നഗരസഭയിലാവട്ടെ 10,000 പേരെ പരിപാടിക്ക് എത്തിക്കണം. അത് ഓരോ വാർഡിനും ഇത്ര ആളുകൾ എന്ന നിലക്ക് കോട്ട നിശ്ചയിച്ച് നൽകിയിട്ടുമുണ്ട്. അങ്ങനെ ആകെ 40,000 പേരെ കൊണ്ടുവരാനുള്ള ഒരു കോട്ടയാണ് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വരുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഗൂഗിൾ ഷീറ്റിലൂടെ വാങ്ങിക്കുകയും ചെയ്തു. കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, തൊഴിലുറപ്പ് ജോലികൾ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ എല്ലാ മേഖലയിലെയും കരാർ ജീവനക്കാർ, CDS ജീവനക്കാർ, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിക്ക് എത്തിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കൃത്യം 3:30 തന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ വേദിയിൽ അവരെ കൊണ്ടുവന്ന് ഇരുത്തണം. ഈ 40,000 പേരും ആ വേദിയിൽ ഉണ്ടാവണം, സദസ്സിൽ ഉണ്ടാവണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായി ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറിമാർക്കും കോട്ട നിശ്ചയിച്ച് നൽകിയിട്ടാണ് ഇന്നത്തെ പരിപാടിയിലേക്ക് ഈ ആളുകളെ എത്തിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നതെന്നതാണ് ഒരു ഏറ്റവും രസകരമായ വസ്തുത. അതുമായി ബന്ധപ്പെട്ട് 25-ാം തീയതി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലും ഒരു ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രതിപക്ഷം ഇതൊരു വലിയ രീതിയിലുള്ള വിവാദമായിട്ട് കൊണ്ടുവരില്ലേ സുലൈസക്? തീർച്ചയായും ഇത്തരത്തിൽ ഈ മന്ത്രിമാരും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് സാധാരണഗതിയിൽ പഞ്ചായത്ത് തലത്തിൽ ആളെ ഈ കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ടുവരുന്നത് നേരത്തെ തന്നെ വിവാദമായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഉത്തരവായിട്ട് വരുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി തന്നെയാണ് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നത് ഒരു കൗതുകമുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ആളുകളെ ഫോണിൽ വിളിച്ചും മറ്റുമൊക്കെ ആയിട്ട് പരിപാടിക്ക് വരണം, പങ്കെടുക്കണം എന്നൊക്കെ നിർദ്ദേശം നൽകുന്നത് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി തന്നെ ഒരു ഉത്തരവിറക്കുകയാണ്. എന്നിട്ട് ആ ഉത്തരവ് അനുസരിച്ച് പറയുകയാണ്, ഇന്ന ആളുകൾക്ക് ഓരോ വാർഡിൽ നിന്ന് ഇത്ര ആളുകൾ വീതം, ഓരോ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇത്ര ആളുകൾ വീതം, നഗരസഭയ്ക്ക്, ബ്ലോക്ക് പഞ്ചായത്തിന് ഒക്കെ, നഗരസഭയ്ക്ക് ഒപ്പം പഞ്ചായത്തുകൾക്ക് ഒക്കെ കൃത്യമായി ആളുകളെ ഇങ്ങനെ വീതിച്ചു കൊടുത്തിട്ട് അത്രയധികം ആളുകൾ ഇവിടെ എത്തണം. അവർ കൃത്യം 3:30 തന്നെ വരണം. അവരെത്തുന്ന വാഹനങ്ങളുടെ നമ്പർ അടക്കമുള്ളവ നേരത്തെ തന്നെ ഈ ഗൂഗിൾ ഷീറ്റിലൂടെ വാങ്ങി അങ്ങനെ കൃത്യമായി ആളുകളെ എത്തിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.